നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. സൗദി അറേബ്യയിൽ മധുരപാനീയങ്ങൾക്കും എനർജി ഡ്രിങ്കുകൾക്കും ഞായറാഴ്ച മുതൽ ഇരട്ടി വില എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഈ പാനീയങ്ങളുടെ ഉപഭോഗം രാജ്യത്ത് നന്നായി കൂടുതലാണ്. മധുരപാനീയങ്ങളുടെയും എനർജി ഡ്രിങ്കുകളുടെയും ഉപയോഗം കുറയ്ക്കാൻ പ്രേരിപ്പിക്കുകയെന്ന ലക്ഷ്യത്തോടെ സെലക്റ്റീവ് ടാക്സ് ചുമത്തുന്നതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വില വർധന. ചില്ലറ വിൽപ്പന വിലയുടെ 50% കൂടിയാണ് നികുതിയായി ചുമത്തുന്നത്. തീരുമാനം ഡിസംബർ 1 മുതൽ പ്രാബല്യത്തിൽ വരും. ആരോഗ്യത്തിന് ഗുണകരമല്ലാത്ത പാനീയങ്ങൾക്ക് സെലക്റ്റീവ് ടാക്സ് ഏർപ്പെടുത്തിക്കൊണ്ട് ഉപഭോഗം കുറയ്ക്കാനാണ് ഇത്തരത്തിലുള്ള നീക്കം. അങ്ങനെ ജനങ്ങളെ പിന്തിരിപ്പിക്കുന്ന നയമാണ് സൗദി എടുത്തിരിക്കുന്നത്. GCC രാജ്യങ്ങൾ ഐക്യകണ്ഠേന സ്വീകരിച്ച നയത്തിന്റെ ഭാഗം കൂടിയാണ് ഇത്തരത്തിലുള്ള തീരുമാനം. പഞ്ചസാരയോ മറ്റ് പാനീയങ്ങളോ ചേർത്തുണ്ടാക്കുന്ന എല്ലാ മധുരപാനീയങ്ങൾക്കും നികുതി വർധനവ് ബാധകമാകുമെന്ന് സൗദി സക്കാത്ത് ആൻഡ് ടാക്സ് അതോറിറ്റി വ്യക്തമാക്കി കഴിഞ്ഞു. കൃത്രിമ മധുരം ചേർത്തുള്ള പാനീയങ്ങൾ ഉപയോഗിക്കുന്നത് പ്രമേഹം, അമിതവണ്ണം തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നതായി ആരോഗ്യ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇത്തരം പാനീയങ്ങൾക്ക് പകരം ശരീരത്തിന് ഗുണം ചെയ്യുന്ന പഴങ്ങളും പ്രകൃതിദത്ത ജ്യൂസുകളുമാണ് ഉപയോഗിക്കേണ്ടത്. പാലോ അതുപോലുള്ള പ്രകൃതിദത്ത ഘടകങ്ങളോ 75% അടങ്ങിയിട്ടുള്ള പാനീയങ്ങൾക്കും പഞ്ചസാര ചേർക്കാത്ത പ്രകൃതിദത്ത പഴ ജ്യൂസുകൾക്കും ഔഷധ പാനീയങ്ങൾക്കും നികുതി വർധനവ് ബാധകമല്ലെന്നും സക്കാത്ത് ആൻഡ് ടാക്സ് വകുപ്പ് വൃത്തങ്ങൾ വിശദീകരിക്കുന്നു. എന്തായാലും സൗദിയിലെ ഇത്തരത്തിലുള്ള തീരുമാനം ജനങ്ങൾക്ക് ഗുണകരം ആകുമെന്നതിൽ ആർക്കും തന്നെ സംശയമുണ്ടാവില്ല. നമ്മുടെ രാജ്യം ഇത്തരത്തിലുള്ള തീരുമാനം കൈക്കൊള്ളേണ്ട സമയം അതിക്രമിച്ചു. സൗദി പോലുള്ള രാജ്യങ്ങളിൽ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത് അവിടുത്തെ ജനങ്ങളുടെ ആരോഗ്യം പരിരക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. എന്തുകൊണ്ട് ഇന്ത്യ ഇത്തരത്തിലുള്ള ഒരു തീരുമാനം എടുക്കുന്നില്ല? ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. എന്തായാലും ഇന്ത്യയിലും മധുരപാനീയങ്ങൾ, ഇത്തരത്തിലുള്ള ആരോഗ്യത്തിന് ദൂഷ്യകരമാകുന്ന പാനീയങ്ങൾ ഉടനെ ഇവിടുത്തെ അധികൃതരും നിർത്തുമെന്ന് തന്നെ നമുക്കും വിശ്വസിക്കാം. മറ്റൊരു പ്രവാസി മലയാളി വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.